ഇവിടെ യവന്മാർക്ക് യവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. നിങ്ങൾ ആലോചിച്ച ഇവനൊന്നും ഒരു പണിയില്ലേ? ഇപ്പൊ എങ്ങനെ 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 ഇരിക്കുന്നത്? യവന്മാർക്ക് എന്ത് കണ്ടം പണി ഓടിയോടാ? എടാ നമ്മുടെ പെങ്കൊച്ച് നമ്മുടെ സ്വന്തമാണ് അവള്, നമ്മുടെ മുത്താണ് അവള്. മനസ്സിലായി? അവളെ പറ്റി എന്തെല്ലാം അവിഖ്യാതികളാണ് ഇവനൊക്കെ പറഞ്ഞു തന്നത്. എന്തില്ല അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. അവളുടെ പേര് രാണാസുന, മറ്റേ സുന, മറിച്ച സുന. അവിടെ സുധിയുടെ പേരങ്ങോട്ട് മാറ്റിയിട്ട് തങ്കച്ചൻ തങ്കച്ചൻ്റെ കൂട്ടുകാരാണ്. ഞങ്ങൾ വാഗത്താനക്കാരുടെ വാഗത്താനത്തിനെ പറ്റി നിനക്കൊക്കെ എന്താ പാടാ അറിയാവോ? ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഓരോ ബ്ലോഗറോ അവനൊക്കെ ഉണ്ടല്ലോ. വാഗത്താനം എന്താണെന്നോ വാഗത്താനക്കാരെങ്ങനെയുള്ളവരാണെന്നോ ഇവിടെ എന്തെല്ലാം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെന്നൊന്നും ഒന്നും അറിയില്ല. ആർക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങളെ പെങ്കൊച്ചിനെ ഇട്ട് ഇവനൊക്കെ കണാകുണ പറഞ്ഞ് ഇപ്പം എന്തിരിക്കുന്നു? നീക്ക് എവിടെ എല്ലാം ഇവനെ കണ്ടം വഴി ഓടിയോ? രേണു സുധി നമ്മുടെ മുത്താണ്. മനസ്സിലായി? നമ്മുടെ മുത്താണ്. ഇനി അവളെ പിടിച്ചാൽ കിട്ടില്ല നിനക്ക്. നീക്ക് അവളെ അവഹേളിച്ച് അവളെ സമൂഹത്തിലേക്ക് വെറുപ്പിച്ച് കളഞ്ഞ് നീയൊക്കെ ഉണ്ടല്ലോ. നീക്ക് അവിടെ പുറകെ നടക്കണം, തൊഴണം. മനസ്സിലായി? വരാൻ കാണാം. നമ്മള് പെങ്കൊച്ച് പൊളിക്കുകയാണ്, അവളങ്ങോട്ട് കയറിയിട്ടുണ്ട്. മനസ്സിലായി? നീക്ക് കാണ്. ഇത് ഈ മനുഷ്യനെ ഈ കുറ്റം പറഞ്ഞും അല്ലെങ്കിൽ അവരുടെ ഓരോ അവിഖ്യാതികൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ അവഹേളിക്കുന്ന ആ പരിപാടിയായിട്ട് നീക്ക് എന്തിനാ ഇങ്ങനെ ജീവിച്ചത്? എന്തിനാണ് നീയൊക്കെ ജീവിച്ചത്? മനസ്സിലായി? ഒറ്റയ്ക്ക് വഴി വെട്ടി തെളിച്ച് കയറി വന്നവളാണ് നമ്മുടെ പെങ്കൊച്ച്. മനസ്സിലായി? രേണു സുധി കേട്ടോ. നീ ഒന്നും ഉണ്ടാക്കാനില്ല. നമ്മൾ വാഗത്താനക്കാർ മൊത്തമുണ്ട്. വാഗ്ദാനം. മനസ്സിലായി? വാഗ്ദാനത്തിൻ്റെ മുത്താണ് അവൾ. വാഗ്ദാന പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ രേണുസുധി രേണുസുധി രേണുസുധി. വാഗ്ദാന പഞ്ചായത്തിൽ അതിമധുരം വിതറിയോളെ വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിലാണ് നമ്മുടെ മോളെ, നമ്മുടെ മുത്ത്, നമ്മുടെ പൊന്നെ അവൾ തകർത്തുകൊണ്ടിരിക്കുക. നീയൊക്കെ കണ്ട് നീയൊക്കെ കൊതിവിട കേട്ടോ.